സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിൻ്റെ തണലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ്റെ സമീപത്തേക്ക് കടന്നു വന്നു. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം കേൾക്കുമാർ ഉച്ചത്തിൽ പറയുകയുണ്ടായി, ഹുമുൽ ഖാസിറൂന, അവർ നഷ്ടവാളികളാണ്, അവർ പരാജിതരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ റളിയല്ലാഹു തആല അൻഹു നബിയോട് ചോദിച്ചു, ഫിദാക അബീ വ ഉമ്മി മൻഹും യാ റസൂലല്ലാഹ്, എൻ്റെ മാതാപിതാക്കളെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, പ്രവാചകരെ, ആരാണ് അങ്ങ് നഷ്ടവാളികളെന്ന് പറഞ്ഞത്? ആരെക്കുറിച്ചാണ് പരാജിതർ എന്ന് പറഞ്ഞത് എന്ന് അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുമുൽ അക്സറൂന അംവാല, ധാരാളം സമ്പത്തുള്ളവരാണവർ, ഒരുപാട് പണമുള്ളവരാണവർ. പക്ഷേ അത്രയും സമ്പാദ്യമുള്ളപ്പോഴും വലത്തും ഇടത്തും മുന്നിലും പിന്നിലുമായിട്ട് ധാരാളമായി ദാനം ചെയ്തവർ ഒഴികെ ബാക്കിയുള്ള സമ്പന്നന്മാരെല്ലാം നാശത്തിലാണ്, നഷ്ടത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണെങ്കിലും അങ്ങനെ അള്ളാഹു നൽകിയ ധാരാളം സമ്പത്തിൽ നിന്ന് കൃത്യമായ നിലയിൽ അർഹതപ്പെട്ടവർക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചുകൊണ്ട് വലത്തും ഇടത്തും മുന്നിലും പിന്നിലുമായി സദാ ധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കഴിയുന്നവർ അവരാണെങ്കിലും വളരെ കുറവ് തന്നെയാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തെന്നൊരു വിഷയം എന്നുള്ളത്, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ മനുഷ്യരോട് ചോദിക്കപ്പെടുന്ന ചില സുപ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട ചോദ്യം. ഓരോന്നിലും ഒരൊറ്റ ചോദ്യത്തിലാണ് പ്രസക്തിയുള്ളത് എങ്കിൽ പണവുമായി ബന്ധപ്പെട്ട, ധനവുമായി ബന്ധപ്പെട്ട ചോദ്യം രണ്ട് രൂപത്തിലായിരിക്കും മനുഷ്യൻ്റെ മുമ്പിലേക്ക് വരിക. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ എന്ന്, എവിടെ നിന്ന് നീ സമ്പാദിച്ചു എന്ന്, എങ്ങനെയാണ് പണം സമ്പാദിച്ചത് എന്ന ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ എങ്ങനെയാണ് നീ വിനിയോഗിച്ചത് എന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും സമ്പത്തുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഉയർന്നു വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ സമ്പാദനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നിഷിദ്ധമായ നാണയങ്ങൾ നമ്മുടെ കീശയിലേക്ക് വരാതിരിക്കാൻ നമ്മൾ പുലർത്തേണ്ട, ജാഗ്രത പുലർത്തേണ്ട ചില മേഖലകളെക്കുറിച്ച് ചെറിയൊരു രൂപത്തിലെങ്കിലും നമ്മൾ ഏതാനും ആഴ്ചകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരാനാണ് ഞാൻ ഈ ഹദീസ് ആമുഖമായി പറഞ്ഞത്. ഈ വിനിയോഗം, പണം എന്തിനാണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് പണം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ആശ്രിതരുടെ ആവശ്യങ്ങൾ, നമുക്ക് ചുറ്റും ജീവിക്കുന്ന അവശവിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ, ഇതെല്ലാം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് പണം. അല്ലാതെ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ദുനിയാവിൽ പരക്കെ സഞ്ചരിച്ച് ദുനിയാവിൻ്റെ മുക്കുമൂലകളുള്ള ധനങ്ങളെല്ലാം മുഴുവൻ സമാഹരിച്ച് തൻ്റേതാക്കി മാറ്റിയിട്ട് അട്ടിയിട്ട് അടുക്കി വെച്ചിട്ട് ഒരു മനുഷ്യന് വിശ്രമിക്കാനുള്ളതല്ല സമ്പാദ്യം എന്നുള്ളത്. ഈ പണം എന്നുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാണ്. മരണം വരെയുള്ള ജീവിതത്തിൽ മാത്രം ഉപകാരപ്പെടുന്ന സംഗതിയാണ് ഈ ദുനിയാവിലെ സമ്പത്ത് എന്നുള്ളത്. മരണത്തിനപ്പുറത്ത് കാശ് പോലും നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്നില്ല. നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ച് ഒരു കൂട്ടി വെച്ചാലും അത് ഉപയോഗപ്പെടില്ല. അപ്പോൾ മരണത്തിന് മുമ്പുള്ള ഒരു ജീവിത കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുമുള്ളവർക്കും നമ്മുടെ ആശ്രിതർക്കും ഇവർക്ക് എല്ലാവർക്കും ആവശ്യമായത് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പണം. പക്ഷെ നമ്മൾ പല ആൾക്കാരുടെയും ലക്ഷ്യം തന്നെ പണമാണ്. അത് സമ്പാദിക്കുക എന്നതിനപ്പുറത്ത് അതിൻ്റെ വിനിയോഗ മേഖലയിലേക്ക് വരുമ്പോൾ പലർക്കും വല്ലാതൊരു ലുബ്ധത കടന്നു വരുന്നതായി കാണാൻ കഴിയും. അത് സമ്പാദിച്ച് ശേഖരിച്ച് കഷ്ടപ്പെട്ട് ഞാനുണ്ടാക്കിയ പണം അത് ചിലവാക്കിയാൽ തീർന്നു പോകുമെന്ന് ഭയപ്പെടുന്ന, അത്തരത്തിൽ അവൻ്റെ ആവശ്യങ്ങൾക്ക് പോലും ചിലവാക്കാൻ മടിക്കുന്ന ചില ആൾക്കാർ, വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ ലുബ്ധിനേക്കാൾ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നത് ആഡംബരവും അതുകണക്കിന് ദുർവിനിയോഗവുമാണ്. അത് വരുന്ന ചർച്ചയാണ്. പക്ഷേ ചെറിയ കുറഞ്ഞ ആൾക്കാരെങ്കിൽ പോലും പണം ചിലവാക്കിയാൽ തീർന്നു പോകുമെന്ന് കണക്കാക്കിയിട്ട് ലുബ്ധിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കാണാം. വലിയ സമ്പന്നന്മാരായിരിക്കും, വലിയ പൈസയുള്ള ആൾക്കാർ. ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊരു ചായക്ക് പൈസ കൊടുക്കാൻ തോന്നും. അങ്ങോട്ടൊരു ചായക്ക് പൈസ കൊടുക്കാൻ തോന്നുന്ന വിധത്തിൽ സമ്പത്തിൻ്റെ ഒരു അടയാളവുമില്ലാതെ, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യങ്ങളുടെയും ഒരു അടയാളവുമില്ലാതെ, അയാളുടെ ചെരുപ്പ് നമുക്ക് തോന്നും ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്.
പള്ളിയിൽ മൂത്രമൊഴിക്കാൻ വേണ്ടിയൊക്കെ കയറുന്ന ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടാകും പൊതുവായ ചില ചെരുപ്പുകൾ. അതിനേക്കാൾ മോശമായ ചെരുപ്പിട്ടുകൊണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ പണത്തിനൊരു കുറവുണ്ടായിട്ടില്ല. ആവശ്യം പോലെ സമ്പാദ്യമുള്ളപ്പോഴും അത് ചിലവാക്കിയാൽ തീർന്നു പോകുമെന്ന ഭയം കാരണം ചില ആൾക്കാർ ലുബ്ധിച്ച് ജീവിക്കുന്നതായി കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി വന്നൊരു സഹാബി, അദ്ദേഹത്തിൻ്റെ ആ വേഷവും രൂപവും കണ്ട് റസൂലുള്ളാഹി ചോദിച്ചു, തീരെ ഗതികെട്ട അവസ്ഥയാണോ താങ്കൾക്ക് എന്ന്? തീരെ ഗതികെട്ടൊരവസ്ഥയാണോ താങ്കൾക്കുള്ളത് എന്ന്? സാമ്പത്തികമായി തീരെ പിന്നോക്കം നിൽക്കുന്ന ആളാണോ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ പുണ്യനബിയുടെ മനുഷ്യൻ പറഞ്ഞ മറുപടി, ഇല്ല നബിയെ, അത്യാവശ്യം സാമ്പത്തികമായൊക്കെ ഉള്ള ആളാണ് ഞാൻ, അത്യാവശ്യം എനിക്ക് സമ്പത്തുണ്ട് എന്ന്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അയ്യിൽ മാൽ, ഏത് തരം സമ്പത്താണ്, ഏത് അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്ന സമ്പത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുണ്യനബിയുടെ അദ്ദേഹം പറഞ്ഞു, മിനൽ ഗനമി വ മിനൽ ബക്കരി വ മിനൽ ഇബിൽ, ആടും മാടും ഒട്ടകവും തുടങ്ങിയിട്ട് പ്രധാനമായിട്ട് നബിയെ കന്നുകാലി സമ്പത്താണ്. അങ്ങനെ എല്ലാം ഉണ്ട്, അത്യാവശ്യം വേണ്ട സമ്പാദ്യങ്ങളൊക്കെ എനിക്കുള്ള ഒരു സമ്പന്നം തന്നെയാണ് ഞാനെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ പണമുള്ള ആളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നില്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നിങ്ങൾക്ക് സമ്പാദ്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണണ്ടേ? അള്ളാഹു നൽകിയ എന്ന് വിശുദ്ധ ഖുർആൻ നബിയോട് പറഞ്ഞതാണ്. നബിയെ, അങ്ങക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ അതങ്ങ് പറഞ്ഞു കൊടുക്കുക ജനങ്ങളോട്. താങ്കൾക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് വാചാലനാകൂ പ്രവാചകരെ എന്ന്. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. ഒരു സഹാബി ചോദിച്ചല്ലോ, നല്ല ചെരുപ്പ് ധരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു, നല്ല വേഷമിടാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു, നല്ല വസ്ത്രവും നല്ല വേഷവും നല്ല സുഗന്ധവും ഒക്കെ പൂശി നടക്കുന്നത് അഹങ്കാരമാകുമോ നബിയെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതില്ല. അതൊന്നും അഹങ്കാരമല്ല. ഒരു മനുഷ്യൻ നല്ല വൃത്തിയായി നടക്കുന്നത് കാണാൻ, നല്ല അഴകായി ഒരുങ്ങി നടക്കുന്നത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിനത് ഇഷ്ടമാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണണം. അല്ലാതെ അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടും ഒരു ഗതിയുമില്ലാത്തവനെ പോലെ തീരെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും ചെലവഴിക്കാൻ മടിക്കുന്നൊരു രീതി ഒരിക്കലും വിശ്വാസിക്ക് ചേർന്നതല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവൻ്റെ ലുബ്ധതയെ സൂക്ഷിക്കുകയാണ് എങ്കിൽ ഈ ചെലവാക്കാനുള്ള ഒരു വൈമനസ്യമുണ്ടല്ലോ, അത് സ്വന്തം അഭിമാനവും സ്വന്തം ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ ഒരു മനുഷ്യൻ സമ്പാദിച്ചവൻ്റെ സമ്പാദ്യം വിനിയോഗിക്കണം. അല്ലാതെ പിശുക്ക് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ട് എവിടെ കൊണ്ടുപോകാനാണ്? ഈ സമ്പത്ത് കുന്നുകൂട്ടി വെച്ചിട്ട് ഇവിടെ എന്ത് ശേഖരിക്കാനാണ്? നിധിയായി പണം പൂഴ്ത്തി വെച്ചിട്ട് സമ്പന്നൻ എന്നൊരു ഖ്യാതിയോടെ ജനങ്ങൾക്കിടയിൽ പണമുള്ളവൻ എന്ന് സ്ഥാപിച്ചാൽ തന്നെ അംഗീകാരമാണ്, ചിലവാക്കണമെന്നില്ല. ഈ ബുഖലിനെ കുറിച്ച് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല പറഞ്ഞ വാചകം അത് തന്നെയാണ്. ഒരു മനുഷ്യനെ ചെലവാക്കിയാൽ നശിച്ചു പോവുകയും എന്ന് പിടിച്ചു വെച്ചാൽ സമ്പാദിച്ചുകൊണ്ടേയിരിക്കണം. ഒരു വൺ വേ ട്രാഫിക് പോലെയാണ്. ഇങ്ങോട്ട് പണം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക, സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജനങ്ങൾക്കിടയിൽ അങ്ങനെ പൂത്ത കാശാണ് അയാൾ. ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാവും, അയാൾ പൂത്ത കാശാണ്, 10 പൈസ പുറത്തിറക്കൂല. എന്നിരുന്നാലും പണമുണ്ട് എങ്കിൽ ജനങ്ങൾക്കിടയിൽ അതൊരു അംഗീകാരത്തിന് അത് മതിയാകും. അതുകൊണ്ട് ചെലവാക്കി തീർക്കണ്ട, അത് നഷ്ടമാണ്, ചിലവാക്കും തോറും നമ്മുടെ സമ്പാദ്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് ഭയക്കുകയും എന്നാൽ അത് പിടിച്ചു വെച്ചാൽ, സമ്പാദിച്ച് കൂട്ടിവെച്ചാൽ ജനങ്ങൾക്കിടയിൽ സമ്പന്നനൊരു ഖ്യാതിയും ഒരു അംഗീകാരവും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് കണക്കാക്കുന്ന ഒരു ലുബ്ധതയുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ബുഖ്ൽ എന്ന് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല വിശദീകരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എവിടെ കൊണ്ടുപോകാനാണ്? അങ്ങനെ അത് ലുബ്ധാണ്. ആ പിശുക്കിനെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ വിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂൽ വിമർശിക്കുന്നുണ്ട്. അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കണം, ഇത് നിർബന്ധമാണ്. സമ്പത്ത് വിനിയോഗിക്കേണ്ട നിർബന്ധിതമായ ചില മേഖലകളുണ്ട്. എൻ്റെ പണമാണ്, ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പൈസയാണ്, അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചിലവാക്കും. എൻ്റെ ഇഷ്ടത്തിന് ചിലവാക്കും. ഞാൻ വേണമെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കാതിരിക്കും. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല, അങ്ങ് ചിലവാക്കി തീർക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ചുറ്റുപാടുമുള്ള അഗതികളെയും അപശവിഭാഗത്തെയും ചേർത്ത് പിടിക്കേണ്ട ബാധ്യതയും എനിക്കില്ല. എൻ്റെ പണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്, ഇതിൻ്റെ മിൽക്കിയത്ത്, ഇതിൻ്റെ അധികാരം എനിക്ക് മാത്രമാണ് എന്ന് മനുഷ്യന് പറയാൻ അവകാശമില്ല എന്ന് പറയുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. നിന്റെ സമ്പാദ്യത്തിൽ ഇടപെടുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു നിനക്ക് നൽകിയതാണ്, അല്ലാഹു മനുഷ്യനെ ഏൽപ്പിച്ചതാണ്. ഓരോ നാണയത്തുട്ടുകളും നമ്മൾ അധ്വാനിക്കുമ്പോൾ നമുക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യം, നമുക്ക് അധ്വാനിക്കാൻ വേണ്ടി തയ്യാറായി ഇറങ്ങിയപ്പോൾ നമുക്ക് തുറന്നു തന്ന ഉപജീവന മാർഗങ്ങൾ, അതിലൂടെ അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത്, ഈ സമ്പത്ത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇന്നമാ യുർസഖൂന ബിൽഅഫായിക്കും, നിങ്ങളിലെ ദുർബല വിഭാഗങ്ങളെ കൂടി പരിഗണിച്ചിട്ടാണ് നിങ്ങൾക്ക് അന്നം നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ.
നമുക്കിടയിൽ അവശ വിഭാഗത്തിന് കൂടി വേണ്ടി വിനിയോഗിക്കാനാണ് നമുക്ക് അള്ളാഹു സമ്പത്ത് നൽകുക. ഓരോ മനുഷ്യനും പണം ഏൽപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അത് ആവശ്യമായ ഘട്ടങ്ങളിൽ ആവശ്യമായ മേഖലകളിൽ വിനിയോഗിക്കാൻ വേണ്ടിയല്ല, പൂഴ്ത്തിവെക്കാനല്ല, അടയിരിക്കാനല്ല എന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലും അത് വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. അത് പൂഴ്ത്തിവെക്കാനുള്ളതല്ല, വിനിയോഗിക്കണം, അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അവനവൻ്റെ ആശ്രിതർക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിൻ്റെ ചിലവ് നമ്മുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ ഒരു കുടുംബത്തിൽ പുരുഷന് അല്പം ഉത്തരവാദിത്വം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ നാഥനായിട്ട് പുരുഷനെയാണ് അള്ളാഹു സ്ഥാപിക്കുന്നത്. കുടുംബനാഥൻ അയാൾ തന്നെയാണ്. അയാൾക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾക്ക് ചില അധികാരങ്ങളുമുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് സ്ത്രീയെക്കാളും ഒരു കുടുംബത്തിൽ പുരുഷന് മുൻതൂക്കം കൊടുത്തത്? ഇക്വാലിറ്റി എന്തുകൊണ്ടില്ലാതെ പോയി എന്ന് ചോദിച്ചാൽ അയാൾക്ക് ചുമതലകൾ കൂടുതലാണ്. ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ അയാൾക്ക് ബഹുമതിയും കൂടും. അതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ മുഴുവൻ ചെലവിന്റെയും ബാധ്യത അംവാലിഹിം, ഭാര്യയ്ക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക് ഇവർക്ക് ആവശ്യമായ ഭക്ഷണം, മരുന്ന്, പാർപ്പിടം, ഈ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച വരുത്താൻ മനുഷ്യന് അവകാശമില്ല. എത്ര വലിയ സന്യാസ ജീവിതമാണെങ്കിലും എനിക്ക് തങ്ങ് നോക്കാനുള്ള സമയമില്ല, ഞാൻ പള്ളിക്കകത്ത് കയറി അള്ളാഹുവിനെ ആരാധിച്ച് കഴിഞ്ഞുകൂടാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ കുറ്റക്കാരനാ. കഫാബിൽ മറേ ഇസ്മൻ അയ്യുദയ്യമ യഖൂത്ത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു മനുഷ്യൻ കുറ്റവാളിയാകാൻ അവൻ്റെ ആശ്രിതരെ അവഗണിച്ചാൽ മതിയാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ നമ്മുടെ ചിലവിൽ കഴിയുന്ന ആൾക്കാരെയൊക്കെ, ഞാൻ പള്ളിക്കകത്തോട്ട് കയറിയിരിക്കുകയാണ്, എനിക്ക് വയ്യ, പണിക്ക് പോകാൻ ഒന്നും വയ്യ, ഇതിൻ്റെ പിറകെ ദുനിയാവിൻ്റെ മോഹങ്ങളെല്ലാം ഞാൻ അടക്കി, ദുനിയാവിൻ്റെ പിറകെ എനിക്ക് ഇനി ഒരു ദുനിയാവിൽ ഞാനോട് ഒരു ബന്ധമില്ല, ഞാൻ എൻ്റെ റബ്ബിലേക്ക് എടുക്കാൻ പോകുന്നു, എൻ്റെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ പള്ളിക്കകത്ത് കയറി സദാ ഇരിക്കുന്ന പക്ഷം അവൻ്റെ മക്കളെ നോക്കുന്നില്ല, ഭാര്യയെ നോക്കുന്നില്ല, മാതാപിതാക്കളെ നോക്കുന്നില്ല, ഈ പള്ളി ഇരിപ്പുകൊണ്ട് അവനൊന്നും നേടാൻ പോകുന്നില്ല, അവൻ കുറ്റവാളിയായി പരലോകത്ത് നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയുൻഫിഖ് ദു ശഅതിൻ മിൻ ശഅതിഹി വമൻ ഖുദിറ അലൈഹി. ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ വിശാലതയിൽ നിന്നുകൊണ്ട് അവന് കുടുംബത്തിന് ചിലവാക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ. വമൻ ഖുദിറ അലൈഹി, എന്നാൽ ഒരു മനുഷ്യന് അവൻ്റെ റിസ്ക് അള്ളാഹു ഇടുക്കമാക്കി കൊടുത്താൽ അവന് നൽകിയതിൽ നിന്ന് അവൻ ചിലവാക്കട്ടെ എന്ന്. പോക്കറ്റിന്റെ വലിപ്പം അനുസരിച്ച് ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ സമ്പാദ്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കുടുംബത്തിന് ചിലവ് കൊടുക്കൽ ബാധ്യതയാണ്. നമ്മൾ ദിവസം 1000 രൂപ ശമ്പളം ഉള്ളവൻ ആ രീതിയിലുള്ള ജീവിതം അവർക്ക് നൽകണം. കുടുംബത്തിന് 500 രൂപയെ വരുമാനമുള്ളൂ എങ്കിൽ നിന്റെ പോക്കറ്റിന് അപ്പുറത്തേക്ക് കടം വാങ്ങിച്ചിട്ട് എല്ലാവരും ഒരു വീട്ടിനകത്ത് മിനിമം ഒരു ദിവസം 1000-1500 രൂപ ചിലവാക്കിയാണ് ഒരു കുടുംബം കടന്നു പോകുന്നത്. നിന്റെ 500 രൂപയുള്ളെങ്കിൽ 1000 രൂപ കൂടി കടം വാങ്ങിച്ചിട്ട് അത്രയും മെച്ചപ്പെട്ട നിലയിലുള്ള ഭക്ഷണം, അത്രയും മെച്ചപ്പെട്ടുള്ള പാർപ്പിടം, അത്രയും മെച്ചപ്പെട്ട മറ്റ് ജീവിത സൗകര്യങ്ങൾ, അത്രയും മികവുറ്റ സ്കൂൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അതൊക്കെ കൊടുക്കാൻ നീ ബാധ്യതപ്പെട്ടവരാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നിനക്ക് ഇത്രയോ 500 ഉള്ളൂ എങ്കിൽ അതനുസരിച്ച് ജീവിതം ചുരുക്കണം. അത്രയും ലളിതമായിട്ടെങ്കിലും നിന്റെ കുടുംബത്തിന് കൊടുക്കാൻ നിനക്ക് ബാധ്യതയുണ്ട് എന്ന്. അള്ളാഹുവിൻ്റെ റസൂലിന് മുമ്പിലേക്ക് ഹിന്ദ് വന്നു. ഉമ്മു മുആവിയ റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, അബൂ സുഫിയാൻ വല്ലാണ്ട് പിശിക്കിയ കുടുംബം നോക്കുന്നതെന്ന്. പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു കടുത്ത നിലയിലുള്ളൊരു പിശുക്ക് കാണിച്ച് ഭയങ്കര ലുബ്ധന ആള് പൈസ ഇങ്ങോട്ട് ഭയങ്കര അർക്കീസ, പൈസ ഇറക്കാറില്ലെന്ന്. അതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്പം പൈസ ഞാൻ അതിൽ നിന്ന് എടുത്തങ്ങ് ചിലവാക്കിയാൽ അദ്ദേഹം അറിയാതെ രഹസ്യമായിട്ട് അദ്ദേഹം പോലും അറിയാതെ പൈസ ക്രയവിക്രയമൊക്കെ ഞാനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാനൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹമാണ് അതിൻ്റെ മേൽനോട്ടക്കാരൻ, വളരെ പിടിച്ച് ചിലവാക്കാറുള്ളൂ. അത് ചെറിയൊരു ഞെരുക്കമുണ്ടാക്കുന്ന ജീവിതത്തിന്. അല്പം അയവ് വേണ്ട റസൂൽ, അതുകൊണ്ട് രഹസ്യമായി ഞാൻ അല്പം പൈസ എടുത്ത് ഞാൻ വീട്ടിൻ്റെ ചിലവിന് എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാകി പോകുമോ എന്ന് റസൂൽ പറഞ്ഞത്. ഒരിക്കലും തെറ്റാവില്ല. നിങ്ങൾക്ക് ആവശ്യമായത് ബിൽ മഅറൂഫ്, വളരെ നിങ്ങൾക്ക് ആവശ്യമായത് മാത്രം നിങ്ങൾക്ക് എടുക്കാം. അത് ഒരു വിഷയമുള്ള ആർക്കാണ് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾക്ക് മാന്യമായ ഭക്ഷണം കിട്ടുക എന്നുള്ളത്, മാന്യമായ വസ്ത്രം കിട്ടുക എന്നുള്ളത്, മാന്യമായി ജീവിക്കാൻ നിങ്ങൾക്ക് സൗകര്യമൊരുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ബാധ്യതയാണ്. അയാൾ തന്നില്ലെങ്കിലും അത് എടുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കുടുംബത്തിന് വേണ്ടി ചിലവാക്കുക എന്നുള്ളത് ആ ഗ്രഹനാഥൻ്റെ ബാധ്യതയായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് അവകാശമില്ല, ലുബ്ധിക്കാൻ പാടില്ല. ഇതിന് മറുവശമുണ്ട്. ഒരു ആഡംബരവും ദുർത്തും ദുർവിനിയോഗവും ഒക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ പറയുന്നതിന് അതിലേക്ക് വരുന്നുണ്ട്, മറ്റൊരു അവസരത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു മേഖല കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആൾക്കാരെങ്കിലും നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പണം വെച്ചിട്ടും അവഗണിക്കുന്നൊരു രീതി കണ്ടുവരാറുണ്ട്. ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് മാതാപിതാക്കളാണ്. പ്രായം ചെന്നവരുടെ ഭക്ഷണമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ഇഷ്ടങ്ങളാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത് എന്ന റസൂൽ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രായം ചെന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പറയുന്ന ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണേ എന്ന റസൂൽ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ അവരെയാണ് അവഗണിക്കാറ്.
ഈ മാതാപിതാക്കൾ, പ്രായം ചെന്ന ആൾക്കാർ, ഉപ്പാപ്പമാർ, ഉമ്മമ്മമാർ, ഇവരൊക്കെ വീട്ടിലുണ്ടാകും. അവരുടെ ഇഷ്ടം എന്താണെന്ന് പോലും ചോദിക്കാറില്ല. അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കാറില്ല. അവർക്ക് കൊണ്ടുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും. പ്രായം ചെന്നാൽ ഇഷ്ടം കുറയുമെന്നും ആഗ്രഹങ്ങളില്ലാത്ത എന്തും കൊടുക്കണം തിന്നുകൊണ്ട് ഒരു മൂലയിൽ ഒതുങ്ങുന്നവരാണ് പ്രായം ചെന്നവരെന്ന് കണക്കാക്കിയതാരാ? നമ്മൾ അങ്ങനെ കണക്കാക്കിയത്. മക്കൾക്കാണ് ആഗ്രഹങ്ങൾ. കൊച്ചുകുട്ടികളെ വളർന്നു വരുന്ന പിള്ളേരില്ലേ, അവർക്ക് ഐസ്ക്രീം കുടിക്കാൻ ആഗ്രഹം ഉണ്ടാവും, അവർക്ക് ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും, അവർക്ക് അൽഫാമും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അതൊക്കെ പറയട്ടെ, നമുക്ക് വാച്ചു കൊടുക്കാം. ഈ ഉപ്പയ്ക്കും ഉമ്മയ്ക്കൊന്നും അത് പറഞ്ഞിട്ടില്ലല്ലോ, ഉപ്പാപ്പയ്ക്കും ഉമ്മമാക്കൊന്നും അവർക്കൊന്നും ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തുണ്ടാക്കിയാലും അതിലൊരു വിഹിതം കൊടുത്താൽ ഒരു മൂലയ്ക്ക് തിന്നുകൊണ്ട് ഒതുങ്ങിക്കോളും എന്ന് നമ്മൾ കണക്കാക്കുന്ന രീതി ഉണ്ടല്ലോ. അവർക്ക് ഇഷ്ടങ്ങളുണ്ടോ? അവർക്ക് മധുരങ്ങൾ ഇഷ്ടമായിരിക്കാം, പായസം ഇഷ്ടമായിരിക്കാം, പ്രഥമൻ ഇഷ്ടമായിരിക്കാം. ആ ഇഷ്ടങ്ങൾ പരിഗണിക്കപ്പെടണം ഒന്നാമത് അവരെ. കാരണം കുറഞ്ഞ കാലം കൂടി ഇനി അവശേഷിക്കുന്നുള്ളൂ. ഈ ജീവിത സായാഹ്നത്തിൽ അവർക്ക് വരുമാനമില്ല. ഇഷ്ടങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം അധ്വാനത്തിൽ നിന്ന് നേടിയെടുക്കാനുള്ള ഒരു പദ്ധതിയും അവരുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അവരുടെ ഇഷ്ടങ്ങൾ പരിഗണിച്ചാലല്ലാതെ അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയില്ല എന്നൊരു സാഹചര്യത്തിൽ കഴിയുന്ന വയോധികരായ ആൾക്കാരെ പരിഗണിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കുടുംബം നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വരുമാനത്തിൻ്റെ അവകാശികളുണ്ടല്ലോ, അവരുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ ഇതുകൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഓരോ ഗൃഹനാഥനും. അല്ല, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ എന്ന നിലയിൽ ചിന്തിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ ആ കുടുംബത്തിന് മുഴുവൻ ചെലവിന് കൊടുക്കേണ്ടതും അവർക്ക് ആവശ്യമായി നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ നിർബന്ധിതമായ വിനിയോഗ മേഖലയാണ് സാധുക്കൾക്ക് കൊടുക്കുന്ന സക്കാത്ത് തുടങ്ങിയിട്ടുള്ള, സദക്ക തുടങ്ങിയിട്ടുള്ള സംഗതികൾ. ഇത് നിർബന്ധമായി നമ്മൾ വിനിയോഗിക്കേണ്ട സമ്പാദ്യമാണ്. നിർബന്ധമായി നമ്മൾ ചിലവാക്കേണ്ട സമ്പാദ്യ മേഖലയാണ്. എന്ന് പറഞ്ഞ ആയത്തുണ്ട്. മനുഷ്യന് പണത്തിനോടുള്ള ആർത്തി കൊണ്ടിട്ട് പാരമ്പര്യമായി പരമ്പരയായി കിട്ടിയ സമ്പാദ്യങ്ങൾ ഇരുന്ന് വെട്ടി വിഴുങ്ങാനല്ലാതെ മനുഷ്യനത് അഗതികൾക്കോ അനാഥർക്കോ വിനിയോഗിക്കുന്നതിൽ മടി കാണിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ഈ ജനങ്ങൾക്ക് കൊടുക്കാൻ നമ്മുടെ സമ്പാദ്യത്തിൽ അവർക്ക് അവകാശമുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. സാധുക്കൾക്ക്, നിർധനർക്ക്, അഗതികൾക്ക്, ഫക്കീറുകൾക്ക്, അവർക്കെല്ലാവർക്കും കൊടുക്കേണ്ട അവകാശം നമുക്കുണ്ട്, ബാധ്യത നമുക്കുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ വലിയ മതക്കാരെ കാണാം, ഭയങ്കര വലിയ മുസ്ലിങ്ങളാ, 5 നേരം നിസ്കരിക്കാനൊക്കെ പള്ളിയിലൊക്കെ ഉണ്ടാകും, വലിയ ഈമാൻ പറയും, ഇസ്ലാം കാര്യങ്ങൾ പറയും, ഹദീസ് പറഞ്ഞ് വല്ലവനെ ഉപദേശിക്കാനും മുമ്പിൽ നിൽക്കും. പക്ഷേ അഗതികളെയും അനാഥരെയും അവർ അവഗണിച്ച് കളയുന്നതായി കാണാൻ കഴിയും. റസൂലെ, മതം പറയുകയും മതത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നവർ മതത്തെ കളവാക്കുന്നത് അങ്ങ് കണ്ടില്ലേ നബി എന്ന് വിശുദ്ധ ഖുർആൻ. അവർ എന്ത് ആദർശമാണ് ഇസ്ലാം എന്ന പറയുന്ന വലിയ വായിൽ, മുസ്ലിങ്ങൾ എന്ന വലിയ വായിൽ പറയുന്നത്. പക്ഷേ പണത്തിന്റെ വിഷയം വരുമ്പോൾ പൊള്ളും. പൈസയുടെ വിഷയം വരുമ്പോൾ അതുകൊണ്ട് ഇറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നവർ, അനാഥ മക്കൾ പരിഗണിക്കപ്പെടേണ്ടവരാണ്. അഗതികൾ, നിർധനർ, അപശുഭാഗങ്ങൾ, വിധവകൾ നമ്മൾ പരിഗണിക്കേണ്ടവരാണ്. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ അവകാശികളാണ്. ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതല്ല. അതാരും കൊണ്ടുപോയിട്ടുമില്ല, അങ്ങനെ ആരും കണക്കാക്കാൻ വേണ്ട. ആർക്കും കൊടുക്കാതെ ഇതൊക്കെ അങ്ങ് ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടങ്ങ് പോവാം എന്നാരെങ്കിലും കണക്കാക്കുന്നുണ്ടോ? കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനിഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. ഫറോവയുടെ സാമ്രാജ്യത്തെക്കുറിച്ച് ഖുർആൻ സംസാരിച്ചതാ. ഫറോവയുടെ ഈജിപ്തിലെ സാമ്രാജ്യത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നതാണ്. മനോഹരമായ കോട്ടകൊത്തളങ്ങൾ, മനോഹരമായ സിംഹാസനങ്ങൾ, മനോഹരമായ പൂങ്കാവനങ്ങൾ, മനോഹരമായ പുഴകൾ, അരുവികൾ, മനോഹരമായ കൃഷിയിടങ്ങൾ, ഇതെല്ലാം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു നാൾ അവരാരുമില്ലാതെ പോയി. ഒരു നാൾ അവരെല്ലാവരും അങ്ങ് പോയി. പക്ഷെ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ തോട്ടം അവശേഷിച്ചു. ഫറോവയുടെ കൊട്ടാരം അവിടെ ഉണ്ടായിരുന്നു. നൈൽ പിന്നെയും ഒഴുകി. അവിടെ ഒഴുകി. യൂഫ്രട്ടീസ് പിന്നെയും ഒഴുകിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഫറോവയും സമൂഹത്തെയും പിന്നെ കണ്ടില്ല. കദാലിക ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തലമുറ മാറ്റം അവിടെ വരുത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. ഇങ്ങനെയാണ് തലമുറയുടെ മാറ്റം കൊണ്ടുവരിക. ഒരാൾ നിന്ന് മറ്റൊരാളിലേക്ക് സമ്പാദ്യങ്ങൾ മാറ്റുന്നത് ഈ വിധത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ ഈ ഭൂമിയിലെ വാടകക്കാരെ മാത്രമാണ്, ആരും ഒന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. നന്നായി മനസ്സിലാക്കുക. ഈ ഖുർആൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ഈ ഭൂമിയിലെ വാടകക്കാർ മാത്രമാണ്. നമ്മൾ വാടകയ്ക്ക് ജീവിക്കാൻ വന്നവരാ. ഇവിടെ നമുക്ക് ഈ വാടകയ്ക്ക് ജീവിക്കുമ്പോൾ നമുക്ക് വീടുണ്ട്, നമ്മുടെ പേരിൽ ഒരുപാട് ആധാരങ്ങളുണ്ട്, നമുക്ക് വാഹനങ്ങളുണ്ട്, ഒരുപാട് ബാങ്ക് ബാലൻസുകളുണ്ട്. പക്ഷെ ഒരു ദിവസം മരണം വന്ന് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും, ഇതെല്ലാം ഇവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഉണ്ടാവില്ല. അതിനൊക്കെ വേറെ അവകാശികളും ഉണ്ടാകും. അത് നമ്മുടേതായിരിക്കില്ല. അതാണ് യഖൂലുബ്നു ആദം മാലി 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 എന്ന് മനുഷ്യൻ പറയുന്നത്. എന്താണ്? എൻ്റെ പണം, എൻ്റെ പണം, എൻ്റെ പണമെന്ന്. ദുനിയാവിൽ ഉണ്ടാക്കി വെച്ചതെല്ലാം ഇത് എൻ്റേതാണ്, എൻ്റെ പണമാണ്, എൻ്റെ ആവശ്യത്തിനാണ്, എൻ്റെ ഇഷ്ടത്തിന് വിനിയോഗിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാ മനുഷ്യൻ സ്വരുക്കൂട്ടി വെക്കുന്നത്. എന്താ മനുഷ്യ നിന്റെ പണമെന്ന്? എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എൻ്റെ പണം, എൻ്റെ പണമെന്ന് പറയുന്ന മനുഷ്യ, നിന്റെ പണം ഏതാണ്? നീ തിന്നതല്ലാതെ, നീ ഉടുത്തതല്ലാതെ, നീ ദാനം ചെയ്ത
ചെയ്ത് ബാക്കിയാക്കിയതല്ലാതെ പിന്നെ എന്താ നിന്റെ പണം? അത് നിന്റെ പണമൊന്നുമില്ല. അത് നമ്മൾ വിചാരിക്കുന്ന എൻ്റെ ആണെന്ന്, എൻ്റെ പേരിൽ ആധാരമെന്ന്. ഈ കമലേശ്വരം ജംഗ്ഷനിൽ കിടക്കുന്ന വീടും വസ്തു എൻ്റെ പേരില്ല. ഈ വാഹനങ്ങൾ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. ആയിക്കോട്ടെ, മരണമെന്നൊരു വിപത്ത് നിന്നെ തേടിയെത്തിക്കഴിഞ്ഞാൽ മരണത്തിൻ്റെ അപ്പുറത്ത് പിന്നെ നിനക്ക് ഇതിൻ്റെ അധികാരമുള്ളത് ഒരു അധികാരവുമില്ല. നീ കൊടുത്താലേ കിട്ടുള്ളൂ. നിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതി അത് പേപ്പറിൽ രജിസ്ട്രേഷൻ മാറാൻ. അത് വേറെ ഒന്നും വേണ്ട. നീ മരിച്ചു എന്ന് രേഖ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആളുടെ പേരിലേക്ക് മാറ്റപ്പെടും. ഇതൊന്നും നിൻ്റെതല്ല. നമ്മളിവിടെ ജനിക്കുന്നതിന് മുമ്പ് ഈ നാട് ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ തോപ്പുകളുണ്ട്, ഇവിടെ കുറേ കെട്ടിടങ്ങളുണ്ട്. നമ്മൾ ഒരു ദിവസം വാടകയ്ക്ക് വന്നു, മറ്റൊരു ദിവസം അള്ളാഹു വാടക കരാറൊക്കെ പൂർത്തിയായി പുറത്തേക്ക് ഇറങ്ങാം എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകേണ്ടവരാണ്. പിന്നെയും കുറേ ആൾക്കാർ ഇവിടെ ജീവിക്കും, ഇതെല്ലാം കൈകാര്യം ചെയ്യും. അതുകൊണ്ട് നമ്മൾ താൽക്കാലികമായി ജീവിക്കാൻ വന്ന വാടകക്കാർ മാത്രമാണ്. ഈ വാടക കാലഘട്ടത്തിൽ ഇതെല്ലാം നമ്മുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് കണക്കാക്കിയിട്ട് കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ട് കൊണ്ടുപോകാൻ നിൽക്കാൻ ഒരിക്കലും ഒരു മനുഷ്യനും കൊണ്ടുപോകാൻ കഴിയില്ല. വലം യഖ്റുജു ഇല്ലാ ബികുത്തിനും വഖിർകതി എന്ന് ഒരു മനുഷ്യനും കുറച്ച് വെള്ളത്തുണിയും പഞ്ഞിയുമായിട്ടല്ലാതെ കടന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞ കവിവാചകം ശ്രദ്ധേയമാണ്. ആരെങ്കിലും ഔദാര്യമായിട്ട് തന്നാലാണ്. നമ്മളെ വേണ്ടപ്പെട്ടവർ കണക്കാക്കി മാന്യമായിട്ട് തെരുവ് പട്ടികൾ ചത്തൊടുങ്ങിയതുപോലെ ഇവിടെ കിടന്ന് ചത്ത് വീർക്കണ്ട, ഇവിടെ ചീർത്ത് വീർക്കണ്ട എന്ന് കണക്കാക്കിയിട്ട് നമുക്ക് ചുറ്റും ജീവിച്ച സമൂഹം നമ്മുടെ മാന്യമായിട്ട് അടക്കാൻ തീരുമാനിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഔദാര്യം മാത്രമാണ് നമുക്ക് കിട്ടുന്ന കഫനും, നമുക്ക് കിട്ടുന്ന പഞ്ഞിയും, നമുക്ക് കിട്ടുന്ന സുഗന്ധങ്ങളുമൊക്കെ. അവർ വേണ്ട പുറംകാലം കൊണ്ട് ചവിട്ടി കളഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചാൽ ഇവിടെ കിടന്ന് അഴുകി ജീർണിക്കുകയുള്ളൂ മനുഷ്യൻ. അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിത് കൊണ്ടുപോകാമെന്ന് കണക്കാക്കിയിട്ട് ആരും സ്വരുക്കൂട്ടി വെക്കേണ്ടത് ആരും കൊണ്ടുപോയിട്ടില്ല. ഇതുവരെയും ആരും കൊണ്ടുപോയിട്ടില്ല. ആരൊക്കെയോ ഉപയോഗിച്ച് മാറ്റിവെച്ചതാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഇന്ന് നമ്മളിത് കൈകാര്യം ചെയ്യുന്നു, നാളെ മറ്റൊരു സമൂഹം ഇത് കൈകാര്യം ചെയ്യും. അതിനു മുമ്പ് മരണം വന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇതിൽ ഓരോരുത്തർക്കും നമ്മൾ ഏൽപ്പിക്കപ്പെട്ട പണത്തിലുള്ള അവകാശികൾക്ക് കൃത്യമായി വീതിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടത് ഇപ്പോൾ എൻ്റെ കയ്യിലതുള്ളത്, ഈ സമയത്ത് എൻ്റെ അധികാരത്തിലുള്ളത്. തൽക്കാലം എങ്ങനെയാണോ ഈ അല്ലാഹു സുബ്ഹാനഹു എന്നെ ഏൽപ്പിച്ചത് അതിൻ്റെ കണക്കുകൾ കൃത്യമായി പടച്ചവൻ്റെ മുമ്പിൽ വെക്കാൻ കഴിയുന്ന വിധത്തിൽ എനിക്ക് ചുറ്റുമുള്ള എല്ലാ അവകാശികൾക്കും എൻ്റെ ആവശ്യങ്ങൾക്ക് കൃത്യമായി ഞാൻ വിനിയോഗിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ വിനിയോഗിക്കുന്നു. എനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ സമ്പത്ത് ഇറക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്ന് നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്ന പക്ഷം അതിന് പകരം നൽകുന്നവൻ അല്ലാഹുവാണെന്ന് വിശുദ്ധ ഖുർആൻ. ദാനം ചെയ്ത് കുറഞ്ഞോ എന്നുള്ള പേടിയെങ്കിലും വേണ്ട. അങ്ങനെ ആർക്കും കുറഞ്ഞിട്ടില്ല എന്ന് മാ നഖസത്ത് സ്വദഖത്തും മിമ്മാൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാനം ചെയ്തതിൻ്റെ പേരിൽ പാപ്പരായി പോയി ആരെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെന്ന്. കൊടുത്തവർക്ക് പകരം കൊടുത്തവൻ അള്ളാഹുവാണ്. സമ്പാദ്യം നമ്മളെ ഏൽപ്പിച്ചു, അർഹതപ്പെട്ടവരുടെയും അവകാശികൾക്കും കൊടുക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി. അതങ്ങനെ കൊടുത്താൽ അള്ളാഹു പകരം നൽകിക്കൊണ്ടേയിരിക്കും. ഇല്ലെങ്കിലോ ആ ഇരിക്കുന്നതോടുകൂടി നമ്മൾ നശിക്കും. ഓരോ പകലുകളിലും 2 മലക്കുകൾ നടത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അല്ലാഹുമ്മ ആതി മുൻഫികൻ ഖലഫൻ അല്ലാഹുമ്മ ആതി മുംസികൻ തലഫ എന്ന്. 2 മലക്കുകളുടെ പ്രാർത്ഥന എങ്ങനെയാണ്? അല്ലാഹുവേ, ചിലവാക്കുന്നവന് പകരം കൊടുക്കണേ അല്ലാഹ്. ചിലവാക്കുന്നവന്, ഈ പണം ആവശ്യങ്ങൾക്ക് ഞാൻ വിനിയോഗിക്കുന്നവന്, മറ്റുള്ളവർ ആവശ്യങ്ങൾ അറിഞ്ഞ് വിനിയോഗിക്കുന്നവന് നീ പകരം കൊടുക്കണേ അല്ലാഹ്, അവനെ പാപ്പരാക്കി കളയില്ലേ എന്ന്. അതോടൊപ്പം തന്നെ ഇത് ചിലവാക്കാതെ ലുബ്ധിച്ച് പിടിച്ചു വെക്കുന്നവന് അല്ലാഹുവേ നാശം കൊടുക്കണേ എന്നും 2 മലക്കുകൾ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ പണം ശേഖരിച്ച് വെച്ചവരാരും ഈ ഐശ്വര്യത്തോടെ ജീവിക്കുന്നു എന്ന് കണക്കാക്കാൻ പാടില്ല. അങ്ങനെ കണക്കാക്കാൻ വേണ്ട നിങ്ങളാരും. നമ്മൾ പണം ഉണ്ടെങ്കിൽ സേഫാണ്, പണം കയ്യിലുണ്ടെങ്കിൽ സേഫാണ്, ഭാവി ഭദ്രമാണ്. ഏത് പ്രശ്നം വന്നാലും നമുക്ക് എടുത്തു വെക്കാം. ഈ നോട്ടുകെട്ടുകൾ ഉണ്ട് എങ്കിൽ, ഇനിയൊരു പെട്ടെന്നൊരു അപകടം പറ്റി, പെട്ടെന്നൊരു അസുഖം വന്നു, ഏതൊരു അടിയന്തരമായ ചികിത്സ വന്നാലും ശരി തന്നെ നമുക്ക് ലക്ഷങ്ങൾ കെട്ടിവെച്ച് ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിയും. ഒരു അപകടത്തിൽപ്പെട്ടാൽ നമുക്ക് പണമുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ഒരു ഭാവിയിൽ എന്തൊരു കാർ അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ മകളെ കെട്ടിക്കണം, ഏത് ആവശ്യം വന്നാലും നമ്മൾ പണം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഭാവി ഭദ്രമാക്കാൻ പണം തന്നെയാണ് ആവശ്യം. പണത്തൂക്കത്തിനൊപ്പം മറ്റൊന്നും നിൽക്കില്ല എന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട. പണം പൂഴ്ത്തി വെച്ചവർക്കെല്ലാം നാശമേ വന്നിട്ടുള്ളൂ. നിരന്തരമായി ഏറ്റവും കൂടുതൽ പണം ചിലവാക്കാതെ പൂഴ്ത്തി വെച്ചവരിൽ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത് ആ കൂടുതൽ പൈസയും കൊണ്ടുപോകുന്നത് ആശുപത്രിക്കാരായിരിക്കും. കൂടുതലും ചികിത്സയുമായി ബന്ധപ്പെട്ട് മക്കൾക്ക്, ചെറുമക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് മനുഷ്യനെ പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ അത് പരീക്ഷിക്കുന്നതിന് അള്ളാഹു പരീക്ഷിക്കും, എല്ലാ മനുഷ്യരെയും പരീക്ഷിക്കും. സമ്പത്ത് നിങ്ങളെല്ലാം കൊന്നുകൂട്ടി ഇവിടെ വെച്ചിരുന്നാൽ പണത്തിൻ്റെ പരീക്ഷയിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ പരീക്ഷിക്കുന്നത് ആരോഗ്യപരമായ പരീക്ഷണമായിരിക്കും. രോഗം കൊണ്ട് പരീക്ഷിക്കും, ഏതെങ്കിലും വിധത്തിൽ മനുഷ്യനെ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പണമാണ് ഉള്ളതിൽ ഏറ്റവും ലളിതമായ പരീക്ഷണം.
പണത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഉള്ളതിൽ ഏറ്റവും ലളിതമായ പരീക്ഷണം എന്നുള്ളത്. നമുക്ക് പറഞ്ഞു നിൽക്കാം, കഷ്ടപ്പെട്ട് പിന്നെയും ഉണ്ടാക്കിയിട്ട് പരിഹരിച്ച് നിൽക്കാം, നമുക്ക് അവസാനം വരെയും പ്രതീക്ഷയോടെ നിൽക്കാം. പക്ഷേ നിരന്തരമായി മക്കൾക്ക് രോഗമാണ്, കുടുംബാംഗങ്ങൾക്ക് രോഗമാണ്, എത്ര കഷ്ടപ്പാടാണ്, പണവും ചിലവായിക്കൊണ്ടിരിക്കും, നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ്റെ ആരോഗ്യവും നഷ്ടപ്പെടും, നിരന്തരമായി ഹോസ്പിറ്റലും ചികിത്സയുമായി അവരുടെ വേദന നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരും. അത്ര വലിയ പരീക്ഷണങ്ങൾ താങ്ങുക പ്രയാസമുള്ള കാര്യമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ധനത്തെ അത് ബാധിക്കും, നമ്മുടെ മനസ്സിനെ ബാധിക്കും, നമ്മുടെ സമ്പത്തിനെ ബാധിക്കും, നമ്മുടെ ആരോഗ്യങ്ങളെയും ബാധിക്കും. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടും ഒരുമിച്ചുണ്ടാകും. അത് കണക്ക് തന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ, ഈ പണമുള്ളിടത്ത് വലിയ പ്രശ്നങ്ങളാണ്. പണം ഒരുപാട് കുന്നുകൂട്ടി വെച്ചിട്ടാണ് മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത്. പലപ്പോഴും സ്വസ്ഥത നഷ്ടപ്പെടുന്നത് മനുഷ്യൻ പണം പിടിച്ചു വെക്കുമ്പോഴാണ്. അത് എന്ത് ചെയ്യും, രക്തച്ചൊരിച്ചിലുകളിലേക്ക് ഒരു കാര്യങ്ങളെത്തും. ഈ പണം ഒരിടത്തുണ്ടെങ്കിൽ അവൻ അത് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ അയാളുടെ അനന്തരാവകാശികൾ, അയാളുമായി ബന്ധപ്പെട്ടവർ അയാൾ നിന്നത് ചൂഷണം ചെയ്യാൻ, തട്ടിപ്പറിക്കാൻ, അയാൾ തട്ടിയിട്ടാണെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടി മനുഷ്യൻ കിടമത്സരങ്ങൾ നടത്തും. അത് വലിയ സമൂഹത്തിൽ ആപത്തുണ്ടാക്കുകയും ചെയ്യും. ഇത്തരം സൂചനകൾ നൽകുന്ന ഹദീസുകളൊക്കെ വന്നു പോയിട്ടുണ്ട്. വലിയ ചർച്ചകൾ നടന്ന മേഖലയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലുബ്ധിച്ചത് കൊണ്ട് രക്ഷപ്പെടാമെന്നോ അത് ഭാവി ഭദ്രമാക്കുമെന്ന് കണക്കാക്കുന്നത് വളരെ മൂഢത്തരമാണ്. അത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. അത്തരം ഒരു മൂഢത്തരത്തെക്കുറിച്ച് ജനങ്ങളെ കോഷ്ടി കാണിച്ചും കുറ്റം പറഞ്ഞും അവരെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചും പരിഹസിക്കുന്നവർക്ക് നാശമെന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഇവനോ മേന്മ നടിക്കും, മറ്റുള്ളവരെ കുറിച്ച് കുത്തുവാക്കുകൾ പറയും, അവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക. എന്നിട്ട് ഇവൻ മേന്മടിക്കുന്നത് പണത്തിന്റെ ബലത്തില്. ഈ പണത്തിന്റെ ബലത്തിൽ വഅദ്ദദ എന്ന് പണമുണ്ടാക്കിയിട്ട് എണ്ണി തിട്ടപ്പെടുത്തി അതിങ്ങനെ എണ്ണി സുഖം കണ്ടെത്തുവൻ. പണം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇത്ര രൂപയുടെ മുതലാളിയാണ്, ഇത്ര സ്വത്ത് എനിക്കുണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ എനിക്ക് ഇത്രയുണ്ട്, ഇവിടെ ഇത്ര പ്രോപ്പർട്ടി ഉണ്ട്, ഇങ്ങനെ ബിസിനസ് സാമ്രാജ്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുകയും അതുകൊണ്ട് എൻ്റെ ഭാവി ഭദ്രമാണ് എന്ന് സ്വയം വിചാരിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവർ ഒരിക്കലും അവർ വിജയത്തിലാണ് നിങ്ങൾ കണക്കാക്കാൻ പാടില്ല, അവർ നാശത്തിലേക്കാണ് പോകുന്നത്. നെഞ്ചകത്തിരിക്കുന്ന കൽബിലേക്ക് പോലും കത്തിക്കേറുന്ന നരകാഗ്നിയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. ഹൃദയത്തെ പോലും കരിച്ചു കളയുന്ന നരകത്തിലേക്കാണ് അവർ പൊക്കൊണ്ടേയിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ താക്കീതിന്റെ ഭാഷയിലാണ് പറയുന്നത്. നിങ്ങൾ കണക്ക് പോലെ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹും അല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയതവഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ എന്ന് ഖുർആൻ. നിങ്ങൾ ഇങ്ങനെ പിശുക്കി വെക്കുന്ന പണമൊക്കെ നാളെ ഉപകരിക്കും. അതാണല്ലോ നമ്മുടെ കണക്ക്. നാളെ ഇതേ ഉണ്ടാവും, ഈ പണയം ഉണ്ടാവുള്ളൂ, നാളെ ഇത് ഉപകരിക്കും മക്കൾ, ഇന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച പൈസ നമുക്ക് നാളെ ഉപകരിക്കുമെന്ന്. നാളെ എന്ന് പറഞ്ഞ് നീളയായി നീണ്ടു നിങ്ങൾക്ക് ദിവസം മരണം വരുന്ന നാൾ വരെയും നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ച പണം ഈ ദുനിയാവിൽ ഇങ്ങനെ അവശേഷിക്കും. നിങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആടയായിട്ടും ആഭരണമായി അണിയിക്കപ്പെടുന്നത് ഈ സ്വർണ്ണങ്ങളും നിങ്ങളുടെ നിധികളും നിങ്ങളുടെ സമ്പാദ്യങ്ങളുമായിരിക്കുമെന്നുള്ള വിശുദ്ധ ഖുർആൻ. അത് കത്തിയാളുന്നൊരു മാലയായിട്ട് നിങ്ങളുടെ കണ്ടത്തിൽ അണിയിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വേദനയേറിയ ശിക്ഷയാണ്. പരലോകത്ത് വിചാരണ സന്ദർഭം മുതൽ നരകം വരെയും നിങ്ങൾ വളരെ വേദനയേറിയ ശിക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരും. അത് വിശുദ്ധ ഖുർആനും അല്ലാഹുവിൻ്റെ റസൂലും ഗൗരവത്തോടെ പറയുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൽ നിന്ന് എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക, നമുക്കെടുക്കുക, നമ്മുടെ കുടുംബത്തിന് വിനിയോഗിക്കുക. അതുപോലെ സാധുക്കൾ, ഫക്കീറുകൾ, മിസ്കീനുകൾ, ഗ്വാരിമ്യങ്ങൾ, കടക്കാർ ഇങ്ങനെ തുടങ്ങിയിട്ട് സക്കാത്തിൻ്റെ അവകാശികളായ 8 കൂട്ടം ആൾക്കാരുണ്ടല്ലോ. ഇവർക്കെല്ലാം അവകാശപ്പെട്ട വിഹിതങ്ങൾ കൃത്യമായി വിട്ടുകൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അവിടെയാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സംസ്കരണമാണ്. നമ്മുടെ പണം മലിനമുക്തമാകണമെങ്കിൽ, ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും സക്കാത്ത് കൊടുത്തിരിക്കണം. സമ്പത്തിലെ കളയാണ് സക്കാത്ത് എന്നുള്ളത്. ഈ വിളവ് നന്നാകണമെങ്കിൽ കള്ളപ്പറിച്ച് കളഞ്ഞു തീരും. വിളവ് നന്നാകണമെങ്കിൽ കള പറിക്കേണ്ടതുണ്ട്. നമ്മുടെ സമ്പത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കളയാണ് സക്കാത്ത്. സാധുവിൻ്റെ അവകാശമാണ്. കൃത്യമായി അത് ജനങ്ങളെ വിധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയാകുന്ന നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും. അത് ശുദ്ധീകരിക്കപ്പെടുക തന്നെ ചെയ്യും, അതിൽ വർധനവുണ്ടാകും. ഈ വിള വർദ്ധിക്കണമെങ്കിൽ കള മാറണം. അതുകൊണ്ട് സക്കാത്ത് കൊടുത്താലേ നമ്മുടെ മുതലിൽ ബർക്കത്തുണ്ടാവുള്ളൂ, അതിൽ വർധനവുണ്ടാവുള്ളൂ. അപ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്. കൊടുക്കുന്നത് കൊണ്ട് ലാഭമേ ഉള്ളൂ എന്ന്. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും എന്നതിലുപരിയായിട്ട് ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ, ആത്മീയമായ നമുക്കൊരു പരിരക്ഷ കൂടി, ഒരു സംസ്കരണം കൂടി അതിലൂടെ നടപ്പിലാക്കപ്പെടുകയാണ്. നമ്മൾ ലുബ്ദ് എന്നൊരു സ്വഭാവം നമുക്ക് നഷ്ടപ്പെടും. പിശുക്ക് എന്നൊരു സ്വഭാവം, നമ്മുടെ സമ്പാദ്യം നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലുബ്ദ്, അതുപോലെ സമ്പത്ത് കൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു അഭിമാനമുണ്ട്, ഒരു അഹന്തമുണ്ട്. ആ അഹന്ത വിട്ടുമാറും. മറ്റുള്ള മനുഷ്യരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് തോന്നുന്ന ഒരു അവഗണനയുണ്ടല്ലോ, അതും നമുക്കിൽ നിന്ന് മാറും. അസൂയ മാറും, അതുപോലെ തന്നെ അഹന്ത മാറും. അങ്ങനെ ഒരുപാട് ഒട്ടനവധി മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ദുഷിച്ച കുറേ ചിന്താഗതികളെ തുടച്ചു കളയാൻ സക്കാത്തിലൂടെ സാധിക്കും. എൻ്റെ പണത്തിൽ നിന്ന് ഒരു വിഹിതം ഞാൻ സാധുക്കൾക്ക് വെച്ച് നീട്ടുമ്പോൾ തന്നെ അത് മാനസികമായ ഒരു ചികിത്സ കൂടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു സംസ്കരണം കൂടിയാണ്.
ശരീരവും മനസ്സും സമ്പത്തുമൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് സക്കാത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സമ്പത്തിനും ഒരു അവകാശികളുണ്ട്. ആ അവകാശികൾക്ക് അത് വകവെച്ചു കൊടുക്കുന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.